தண்ணி கொடுங்கப்பா, தண்ணி பாட்டில் கொடு, தண்ணி பாட்டில் கொடு. ஜெகதீஷ், உடனே ஒரு ஆம்புலன்ஸ் கூப்பிட்டுருப்பா. என்னப்பா? കമ്മിങ് 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 ആംബുലൻസ് വരുത് വരുത് വരുത്. എന്നാലും എൻ്റെ വിജയ ദളപതി അധികാരത്തിന്റെ ചെങ്കോല് പിടിക്കാൻ വേണ്ടി 39 പേരെ കൊലയ്ക്ക് കൊടുത്തിട്ട് താങ്കൾ കരൂരിൽ നിന്ന് മുങ്ങി ചെന്നൈയിലെ ആഡംബര ഭവനത്തിൽ അങ്ങനെ സസുഖം വാഴുകയാണല്ലേ. കരൂരിൽ നിന്നുയരുന്ന രോദനങ്ങൾ താങ്കളുടെ കർണപടങ്ങളിൽ പതിക്കുന്നില്ലേ? DMKയുടെയും സ്റ്റാലിൻ കുടുംബത്തിന്റെയും ദുരന്തം സ്വപ്നം കണ്ട് നടന്ന താങ്കൾ സ്വയം ഒരു ദുരന്തമായി മാറിയല്ലോ. രാഷ്ട്രീയം ഒരു കുട്ടിക്കളിയല്ലെന്നും സിനിമാ കളിയല്ലെന്നും ഇപ്പോഴെങ്കിലും താങ്കൾക്ക് മനസ്സിലായോ? താങ്കളെ പോലുള്ള ഒരു സിനിമാ നടൻ രാഷ്ട്രീയ വേഷം കെട്ടി പ്രസംഗിക്കാൻ ചെന്നാൽ അവിടെ വലിയ ആൾക്കൂട്ടം കൂടുമെന്ന് സർക്കാരിനും പോലീസിനും നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 30ഓളം നിബന്ധനകൾ താങ്കളുടെ ഈ സമ്മേളനത്തിനായിട്ട് സർക്കാരും പോലീസും ഏർപ്പെടുത്തിയത്. അപ്പോൾ താങ്കൾ വിചാരിച്ചത് DMKയും സർക്കാരും താങ്കളോടും താങ്കളുടെ പാർട്ടിയോടും പകപോക്കാൻ ഇറങ്ങിയതാണെന്നും അതാണ് താങ്കൾ ഈ 4 ജില്ലകളിലൂടെ താങ്കളുടെ പര്യടനം നടത്തുന്ന ഇടങ്ങളിലെല്ലാം താങ്കൾ ഉയർത്തിയ വിമർശനം. അതുതന്നെ ഇതിന് തൊട്ടു മുമ്പ് നടന്ന ഒരു മീറ്റിങ്ങിൽ ഒരാൾ തിരക്കിൽപ്പെട്ട് മരിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. അതെത്രമാത്രം സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ഇവിടെ കരൂരിലെത്തുമ്പോൾ ആ ഭീകരാന്തരീക്ഷം അതിൻ്റെ കൊടുമുടി കയറിയിരുന്നു എന്നുള്ളത് താങ്കൾക്ക് ഇപ്പോൾ മനസ്സിലായോ എന്നറിയില്ല. താങ്കളെ ഒരു നോക്ക് കാണാൻ വേണ്ടി തടിച്ചുകൂടിയ താങ്കളുടെ ആരാധക വൃന്ദം കരൂരിൽ 6 മണിക്കൂറുകളോളം താങ്കളെ കാത്തുനിന്ന് 39ഓളം പേരാണ് കാലപുരി പൂകിയത് എന്ന് താങ്കൾക്ക് ഇപ്പോൾ അറിഞ്ഞു കാണുമല്ലോ. ദളപതി, ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലെ 2026 തെരഞ്ഞെടുപ്പിൽ താങ്കൾ തമിഴ്നാടിൻ്റെ ചക്രവർത്തി ആയാൽ പോലും ഈ 39 പേരുടെ ശവകുടീരത്തിൻ്റെ മുകളിലായിരിക്കും താങ്കൾ അധികാരദണ്ഡം പിടിച്ചിരിക്കുന്നതെന്ന് താങ്കൾ മറക്കരുത്. 7-8 മണിക്കൂറുകളോളം ഏതാണ്ട് 50,000-ഓളം പേരിലധികം 10,000-ഓളം പേർക്ക് മാത്രം നിൽക്കാവുന്ന ഒരു റോട്ടിൽ, അത് 4 വരി ചെറിയ പാതയിൽ തടിച്ചുകൂടിയ താങ്കൾക്ക് വേണ്ടി കാത്തുനിന്നത് 8 മണിക്കൂറുകളാണ്. അപ്പോൾ താങ്കൾ വൈകിയെത്തിയപ്പോഴേക്കും അവരിൽ പലരും ക്ഷീണിതരായിരുന്നു. കുഞ്ഞുങ്ങളും സ്ത്രീകളും അവരിൽ പലരും ഗർഭിണികളും വൃദ്ധരും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അത്തരം ഒരു ആൾക്കൂട്ടത്തിനിടയിലേക്കാണ് താങ്കളുടെ വാഹനവ്യൂഹം ഒരു ചക്രവർത്തി വരുന്ന പോലെ കടന്നു വന്നത്. ആ വണ്ടികൾക്ക് വഴിയൊരുക്കാനായി ആ ആൾക്കൂട്ടം വഴിയൊരുക്കുന്നതിനിൽ ഇരുഭാഗത്തേക്കും വകഞ്ഞു മാറുമ്പോഴുണ്ടായ ആ ഒരു സ്റ്റംബേഡ് ഉണ്ടായ ഒരു വലിയ ദുരന്തമാണ് ഇത്തരത്തിലൊന്ന് കലാശിച്ചത്. താങ്കളുടെ വാഹനവ്യൂഹം ചെന്ന് താങ്കൾ പ്രസംഗിക്കാൻ തുടങ്ങിയ ഉടനെ തന്നെ അവിടെ തടിച്ചുകൂടിയ ചിലരിൽ കുഴഞ്ഞു വീണപ്പോൾ താങ്കൾ അവർക്ക് ദാഹജലം കുപ്പിവെള്ളം എറിഞ്ഞു കൊടുക്കുന്നത് ഒരു മഹാമനസ്കതയായിട്ട് പലരും ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും ആ എറിഞ്ഞു കൊടുക്കുന്ന കുപ്പിയെ പിടിക്കാനായി ആയിട്ടുള്ള ജനത്തിൻ്റെ തള്ളിക്കയറ്റത്തിലും നിരവധി പേര് നിലത്ത് വീണതും അതിനിടയിൽ കാണാമായിരുന്നുവല്ലോ. ഇതെല്ലാം കണ്ട് മരച്ചില്ലകളുടെ മുകളിലും ആസ്ബെസ്റ്റോ ഷീറ്റിന് മുകളിൽ നിന്നവരുടെ എല്ലാം താഴേക്ക് പതിക്കുന്നതും അതുതന്നെ വലിയൊരു ദുരന്തത്തിന് ആക്കം കൂട്ടുന്നതും പിന്നീട് നടന്ന ദുരന്ത സംഭവങ്ങളാണ്. ആ ദുരന്ത കാഴ്ചകൾ അവസാനിച്ചത് ഇതുവരേക്കും 39 ജീവനെടുത്ത വിവരമാണ്. ആ ദുരന്തം ഇതുവരേക്കും കിട്ടിയ റിപ്പോർട്ട് പ്രകാരം 39ഓളം ജീവനുകൾ എടുത്തു കഴിഞ്ഞു. പലരും ആശുപത്രികളിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്നുണ്ട്. ഈ മരണസംഖ്യ എവിടം വരെ എത്തും എന്നും അറിയില്ല ദളപതി. ഈ രാഷ്ട്രീയക്കാർക്കും ആരാധനാലയങ്ങൾക്കുമെല്ലാം ഈ പൊതുഗതാഗതം നടത്തേണ്ട റോഡുകൾ വിട്ടുകൊടുക്കുന്ന അധികാരി വർഗം ഇത് ഒരു പുനർവിചിന്തനം നടത്തുക എന്നറിയില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ നീതിന്യായ കോടതികൾ നിശബ്ദരായി അങ്ങനെ നോക്കി നിൽക്കുന്ന കാഴ്ചയും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആരാണ് ഇവിടെ നീതിന്യായം നടപ്പിലാക്കുക? തീരെ അച്ചടക്കമില്ലാത്തൊരു ജനതയുള്ള ഒരു രാജ്യമാണ് നമ്മുടേതെന്നുള്ളത് ഇനിയും നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. വ്യക്തി ആരാധന മൂത്ത് ഭ്രാന്തിളകുന്ന ആരാധക വൃന്ദമുള്ളൊരു നാടാണ് നമ്മുടേത്. പ്രത്യേകിച്ചും തമിഴ് സിനിമാ ലോകത്തെ ഈ നായക നടന്മാരുള്ള ആരാധന അതിരുകവിഞ്ഞതാണ്.
അത് നമ്മുടെ നാട്ടിൽ, മലയാള നാട്ടിൽ അത്രത്തോളമൊന്നും വലിയ ഇല്ല. ഏത് നടൻ വന്നാലും അത്രയ്ക്കൊന്നും വലിയ ആരാധകരൊന്നും കൂടാറില്ല. കുറച്ചു പേരൊക്കെ കൂടും എന്നല്ലാതെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലൊന്നും ഒരു സിനിമാ നടൻ്റെ പുറകെ പായുന്നതൊന്നും നമ്മൾ കണ്ടിട്ടേയില്ല. നമ്മുടെ നാട്ടിൽ പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന പൊതു റോഡിലൂടെ ഉത്സവകാലമായാൽ ആരാധനാലയങ്ങളുടെ ഘോഷയാത്രകൾ നടന്ന് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിക്കുന്ന കാഴ്ചകൾ നമ്മൾ നിത്യ സംഭവങ്ങളാണ്. ഇനിയിപ്പോൾ കേരളത്തിൽ നമ്മൾ ഈ വരും ദിവസങ്ങളിലെ വരും കാലഘട്ടങ്ങളിൽ ഉത്സവങ്ങളുടെ കാലമാണ്. മിക്കവാറും എല്ലാ റോഡുകളും ഒരു ദീർഘയാത്ര പോകുമ്പോൾ 4 or 5 ഇടത്ത് ഇത്തരം ഘോഷയാത്രകളിൽപ്പെട്ട് നമുക്ക് ട്രാഫിക് ജാം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം നിയന്ത്രിക്കേണ്ടതും അതിന് ചില നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കേണ്ടതും അത്യാവശ്യമാണ് ഈ ആധുനിക കാലത്ത് തീർച്ചയായും. കാരണം പണ്ടെല്ലാം വലിയ ആൾക്കൂട്ടങ്ങളൊന്നും ഇല്ലാതെ ധാരാളം ഒഴിഞ്ഞ സ്ഥലങ്ങളുള്ള ഭൂമികയായിരുന്നു കേരളം പോലുള്ള സ്ഥലമെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. വലിയ ജനസാന്ദ്രതയുള്ള ഇടമാണ്, ധാരാളം പേർ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഇടമാണ്, അവരെല്ലാം നിത്യമായി യാത്ര ചെയ്യുന്നവരാണ്. അത്തരം ഒരു ഘട്ടത്തിൽ മണിക്കൂറുകളോളം അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലേക്ക് എത്തി അവരെ രോഗികളൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഇത്തരം ആഘോഷ പരിപാടികൾക്കിടയിൽ ആംബുലൻസ് പോലും കുടുങ്ങിപ്പോകുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കരൂരിൽ നടന്നതെല്ലാം അത്തരം ഒരു പാഠമാണ് നമുക്ക് നൽകുന്നത് എന്ന് മറന്നുകൂടാ. എൻ്റെ പ്രിയപ്പെട്ട ദളപതി, ഈ ദുരന്തമുണ്ടായപ്പോൾ താങ്കൾ ഒരു ഭീരുവിനെ പോലെ അവിടുന്ന് ഒളിച്ചോടി വിമാനം കയറി ചെന്നൈയിലെത്തി സ്വന്തം ഭവനത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു ദുരവസ്ഥയും അവിടെ ചെന്ന് വലിയ ഞെട്ടലുളവാക്കിയ ഒരു സങ്കടക്കുറിപ്പും പുറത്തേക്ക് പറഞ്ഞാൽ തീരുന്നതല്ല ദുരന്തത്തിൻ്റെ ആഴം. ഈ 39 പേരോളം താങ്കൾക്ക് വേണ്ടിയാണ് അവർ രക്തസാക്ഷിത്വം വരിച്ചത്. താങ്കൾ ആ ദുരന്തമുണ്ടായപ്പോൾ അവരുടെ കൂടെ നിന്ന് അവരെ ആശ്വസിപ്പിക്കാനും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മുൻനിരയിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറയേണ്ടി വരില്ലായിരുന്നു. താങ്കൾ വിമർശിച്ച DMKയും സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും സെന്തിൽ ബാലാജിയും ഒക്കെയാണ് അവിടെ ഓടി നടന്ന് ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. താങ്കൾ അവിടെ ചെന്നൈയിലെ ആഡംബര ഭവനത്തിൽ സസുഖം വാഴുകയാണെന്ന് എല്ലാവരും അറിയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് താങ്കൾക്ക് ഈ പ്രസ്ഥാനം മതിയാക്കി ആ തിരശീലയിലെ ധീരനായകനായി മാറുക തന്നെയാണ് താങ്കൾക്ക് നല്ലത്. അതല്ലാതെ ഈ രാഷ്ട്രീയത്തിലെ ഈ വേഷം താങ്കൾക്ക് യോജിച്ചതല്ല എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. കാരണം അത്തരത്തിലുള്ളൊരു പക്വത താങ്കൾക്ക് വന്നിട്ടില്ല. ഏത് ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ബോധം താങ്കൾക്ക് ഇല്ല എന്നുള്ളത് ഈ ഒരു സംഭവത്തോടു കൂടി എല്ലാവർക്കും മനസ്സിലായി എന്ന് മാത്രമാണ് പറയാനുള്ളത്. സിനിമയിലെ ക്യാമറയ്ക്ക് മുന്നിൽ 1000 പേരെ ഇടിച്ചു വീഴ്ത്തുന്നതും കരണം കുത്തി മറിയുന്നതും വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടുന്നതുമെല്ലാം ഇപ്പമുള്ള പണിയാണെന്ന് താങ്കൾക്കറിയാം. അതുപോലെയല്ല രാഷ്ട്രീയത്തിലെ കളിയെന്ന് ഇന്നലെ താങ്കൾക്ക് ബോധ്യമായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. ജനതയ്ക്ക് എന്ത് വേണം, ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നും അവരുടെ ഇടയിൽ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതെന്നും എങ്ങനെയാണ് സാമൂഹ്യപരമായി ഇടപെടേണ്ടതെന്നും താങ്കൾക്ക് ഇതുവരെ വശമില്ലല്ലോ. താങ്കൾ എന്നും അത്യുന്നതങ്ങളിൽ ഇരുന്നു കൊണ്ട് ആഡംബര കാറിൽ സഞ്ചരിച്ച് ആഡംബര ഭവനത്തിൽ താമസിച്ച് സിനിമയിലെ മായാലോകത്തിൽ നിന്ന് നായകനായി ഉയർന്ന് ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേഷം കെട്ടിയിറങ്ങിയതിൻ്റെ ദുരന്ത ഫലമാണ് ഇന്നലെ കരൂരിൽ സംഭവിച്ചത്. എൻ്റെ സുഹൃത്തെ ദളപതി, അത് താങ്കൾ മനസ്സിലാക്കിയാൽ നല്ലത്. ഇന്നലെ താങ്കൾക്കൊരു രാഷ്ട്രീയക്കാരനായി മാറാമായിരുന്ന ഒരവസരമായിരുന്നു. അവിചാരിതമുണ്ടായി ഒരു ദുരന്തമാണെങ്കിൽ പോലും അവിടെ ഇറങ്ങി, ആ ദുരന്ത ഭൂമിയിൽ ഇറങ്ങി, ആ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ കൂടെ നിന്ന് അവരെ സഹായിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് മുൻനിരയിൽ നിന്ന് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പക്വത താങ്കൾ കാട്ടിയിരുന്നെങ്കിൽ ഈ പറയുന്ന വാക്കുകളുടെ ആവശ്യമില്ലായിരുന്നു എന്ന് മാത്രമല്ല, താങ്കളുടെ ഇമേജ് ഒന്നുകൂടി കൂടുമായിരുന്നു എന്ന് തന്നെ പറയാം. അവിചാരിതമുണ്ടായ ഒരു ദുരന്തമാണെന്നും അതിന് താങ്കൾ നേരിട്ടൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിന് ഉത്തരവാദിത്വമില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ സംഘാടനത്തിൽ വന്ന പിഴവും അധികാരികൾക്കുണ്ടായ അതിലേറെ വീഴ്ചയും കൂടി ചേർന്നൊരു മഹാദുരന്തമായിരുന്നു ഇന്നലെ കരൂരിൽ ഉണ്ടായത്. എൻ്റെ ദളപതി എന്ന് താങ്കൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് താങ്കളുടെ രാഷ്ട്രീയക്കാരനിലെ പരാജയമെന്ന് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. ഈ അഭിപ്രായത്തോട് നമ്മുടെ പ്രേക്ഷകർക്ക് യോജിപ്പുണ്ടെങ്കിലും വിയോജിപ്പുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലിടുക. എന്തായാലും DMK സംബന്ധിച്ചിടത്തോളം ഇതൊരു വീണ് കിട്ടിയ പിടിവള്ളിയാകും.
കാരണം 2026 തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഉയർത്തിയ വെല്ലുവിളി ചില്ലറയായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്തായാലും അതിനെ മറികടക്കാൻ DMK-ക്ക് ഒരു സുവർണ അവസരം തന്നെ കിട്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വരുന്നവരെ താങ്ക് യു.